ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആഴ്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷൻ ആരംഭിക്കുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. ഏതായാലും ഇന്ന് RBIയുടെ ഒരു MPC തന്നെയാണ് ഏറ്റവും അധികം നിർണായകമാകുന്നത്. ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് ഡേ ആണ്. മറ്റു പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്കൊക്കെ തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും RBIയുടെ ഒരു റേറ്റ് കട്ട് ഹോപ്പ് നിലനിൽക്കുന്നു. 0.5% ഒരു റിപ്പോ നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷയിലാണ് വിപണിയുമുള്ളത്. ഏതായാലും മാർക്കറ്റിലേക്ക് കടക്കുന്ന സമയത്ത് ധാരാളം മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നതിനാൽ തന്നെ 60-ലധികം പോയിന്റുകളുടെ ഒരു ഇടിവ് ആദ്യ മിനിറ്റിൽ കാണുന്നുണ്ട്. 24,691 എന്നുള്ളൊരു നിലവാരത്തിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അഗൈൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്തും ഇന്നിപ്പോൾ ഒരു പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് നോട്ടിലാണ്. 55,680 എന്നുള്ളൊരു നിലവാരത്തിൽ. ഫസ്റ്റ് മിനിറ്റിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് സെക്ടറൽ ഇൻഡീസസുകളിൽ നിന്നൊക്കെ തന്നെ ലഭിക്കുന്നത്. ഏതായാലും നമ്മൾ കാര്യങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് ആൻഡ് മസ്ക് ഇവരുടെ ഒരു തമ്മിലടിയാണ് ഏറ്റവും അധികം എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. പരസ്പരം പോരടിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ ഇലോൺ മസ്കും എന്ന് പറയുന്നത്. ട്രംപ് നന്ദികേട് കാണിച്ചെന്നാണ് ഇപ്പോൾ മസ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യക്തമാക്കൽ എന്ന് വേണം പറയാനായിട്ട്. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ തൻ്റെ സഹായമില്ലായിരുന്നു എങ്കിൽ ട്രംപ് തോറ്റേനെ എന്നാണ് മസ്ക് എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിലുള്ള ഒരു വാക്കേറ്റം കൂടുതലായിട്ട് മുറുകുന്നു. അതോടൊപ്പം തന്നെ മസ്കിനുള്ള സഹായങ്ങളൊക്കെ തന്നെ അവസാനിപ്പിക്കും എന്നുള്ള രീതിയിലേക്ക് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. സർ, ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. തീർച്ചയായിട്ടും പല മേഖലകളിലേക്ക് അഫക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് ഈ ഒരു വലിയ ഒരു നേഷൻ്റെ ഏറ്റവും വലിയ ഉയർന്ന പദവിയിലിരിക്കുന്ന ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ അടുത്ത് നിൽക്കുന്ന ടെസ്ലയുടെ CEO ആയിട്ടുള്ള ഇലോൺ മസ്കും. തീർച്ചയായിട്ടും ഇന്നലെ ടെസ്ലയുടെ ഒരു സ്റ്റോക്കൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $152 ബില്യൺ ഒരു വിപണി മൂല്യമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സ്റ്റോക്കിലും ടെസ്ലയുടെ ഓഹരികളിൽ വലിയ ഒരു ഫാൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ, ഇതിപ്പോൾ നമ്മൾ ലോകം മുന്നോട്ട് പോകുന്നത് ഒരു കോൺഫ്ലിക്റ്റ് രീതിയിലാണെന്നുള്ളതാണ് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം. വെച്ചാൽ നമ്മൾ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഇസ്രായേലും ഹമാസുമായിട്ടുള്ള ഇഷ്യൂ, അല്ലെങ്കിൽ യുക്രൈനും റഷ്യയുമായിട്ടുള്ള ഇഷ്യൂ, വെരി റീസെൻ്റ്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സ്റ്റാൻഡ് ഓഫ്, ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഇടയ്ക്ക് അടുത്തതായിട്ട് വരുന്ന ഒരു ചെറിയൊരു യുദ്ധം തന്നെയാണ് ഇത് വേണമെന്ന് പറയാം. കാര്യം വെച്ചാൽ വൺ ഓഫ് ദ 2 മോസ്റ്റ് പവർഫുൾ പേഴ്സൺസ്, അത്രയ്ക്ക് മാത്രം ഇമ്പോർട്ടൻ്റ്, 2 പവർഫുൾ എന്ന് മാത്രമല്ല അൺപ്രഡിക്റ്റബിൾ പേഴ്സൺസ്, പോളറൈസിങ് ഫിഗേഴ്സാണ് രണ്ടുപേരും. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ഇവരുടെ സ്വഭാവം. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതായത് US പവർഫുൾ ആയിട്ടുള്ള ബിസിനസ് ആൻഡ് പൊളിറ്റിക്സ് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അതിലാണ് ഒരു വെഡ്ജ് വന്നേക്കുന്നത് എന്നുള്ളത്. നമ്മളിപ്പോൾ ഈ ആഴ്ച തുടക്കം മുതൽ നമ്മൾ പറഞ്ഞിരുന്നു കാര്യങ്ങൾ അതിൻ്റെ ഗതിയിലേക്ക് പോകുന്നത് കണ്ടിട്ട് തീർച്ചയായിട്ടും ഇവർ തമ്മിലുള്ള ഒരു ബന്ധത്തിനൊരു ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ 2-3 ദിവസമായിട്ട് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്തിരുന്നു. ഫൈനലി ഇന്നലെ കംപ്ലീറ്റ് ഹെഡ്ലൈൻസും കവർ ചെയ്തത് ഇവർ രണ്ടുപേരുടെയും സ്റ്റാൻഡ് ഓഫ് ആണെന്നുള്ളതാണ്. ജാസ്മിൻ പറഞ്ഞത് ശരിയാണ്. ഈ പറഞ്ഞ പോലെ ഈ വൺ ബ്യൂട്ടിഫുൾ ബിൽ, അതിനെക്കുറിച്ച് 2 ദിവസമായി മസ്ക് അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്കറിയാമെന്നുള്ള കോൺഗ്രസ് പീപ്പിളിനെയും സെനറ്റ് മെമ്പേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് അത് എങ്ങനെയെങ്കിലും കിൽ ദ ബിൽ, അമേരിക്കയ്ക്ക് ഇത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, നമ്മളൊരു ഡെപ്റ്റ് ട്രാപ്പിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ. അതിപ്പോൾ ഇലോൺ മസ്ക് മാത്രമല്ല കേട്ടോ, പൊതുവേ മാർക്കറ്റ് കമൻറ്റേറ്റേഴ്സും എക്കണോമിസ്റ്റുകളും ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, ഇദ്ദേഹം പറയുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അതായത് അമേരിക്കയുടെ സ്പെൻഡിങ് കുറയ്ക്കണം, അങ്ങനത്തെ രീതിയിലാണല്ലോ, അതിലാണല്ലോ ഈ ടാരിഫൊക്കെ അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തത്. എന്നാൽ ഒരു സൈഡിൽ കൂടി ഈ ബില്ല് കൊണ്ടുവന്ന് സ്പെൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന ഈ ഡ്യുവൽ അപ്രോച്ച്, അതായത് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനെ കുറിച്ച് ഒരുപാട് പേര് കൺസേൺഡ് ആയിരുന്നു. അത് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യണമല്ലോ അല്ലെങ്കിൽ 3 ട്രില്യൺ ഡെപ്റ്റ് 2032 ആഡ് ചെയ്യുമോ എന്നുള്ളതല്ല. അതായത് ഭയങ്കരമായിട്ടൊരു കൺസിസ്റ്റൻസി ഇല്ലായ്മ ട്രംപിൻ്റെ പെരുമാറ്റം, അതായത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ക്യാരക്ടർ എന്ന രീതിയിലേക്ക് ട്രംപ് മാറിയതായിട്ടാണ് ഈ പറയുന്ന ഇഷ്യൂസൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതാ അവർ രണ്ടുപേരും തമ്മിലുള്ള വഴക്ക് വളരെ ഓപ്പണായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ട്രംപ് പറയുന്നതെന്ന് വെച്ചാൽ ട്രംപിൻ്റെ ട്വീറ്റ് അനുസരിച്ച് നമ്മൾ ഓരോ ട്വീറ്റായിട്ട് വായിക്കാൻ നേരത്ത് ട്രംപിൻ്റെ മെസ്സേജും റിലീസുകളും മനസ്സിലാക്കുന്നത് വെച്ചാൽ ട്രംപ് പറയുന്നത് ഇലോൺ മസ്കിന് ഈ ബില്ലിനെ കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു, അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തായിരുന്നു, അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രോബ്ലം തുടക്കത്തിലായിരുന്നില്ല എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ അതായത് ഒരുപാട് ഫണ്ടിങ് അദ്ദേഹത്തിൻ്റെ EV ഇലക്ട്രിക് വെഹിക്കിൾ, ഈ ടെസ്ലയുടെ പ്രോജക്റ്റിന് ഒരുപാട് നമ്മൾ സബ്സിഡി കൊണ്ടും ടാക്സ് കൊണ്ടും അത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരുന്നു. ഇനി അത് കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു. അത് മനസ്സിലാക്കിയിട്ട്
ഇലോൺ മസ്ക് ഹാഡ് ഗോൺ ക്രേസി എന്നുള്ള രീതിയിലേക്കാണ് ട്രംപ് പറഞ്ഞേക്കുന്നത്. അതായത് ഇതാണ് അദ്ദേഹത്തിന് ഇഷ്യൂ, അല്ലാതെ വേറെ ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ്. അദ്ദേഹത്തിന്റെ ആ ഇലക്ട്രിക് വെഹിക്കിൾ ബിസിനസ് ഈസ് സ്ട്രഗ്ലിംഗ്. അപ്പോൾ ആക്ച്വലി നമ്മൾ വി ആർ ഗിവിംഗ് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻ സബ്സിഡീസ്. അത് നമ്മൾ തിരിച്ചു വലിക്കും എന്ന് മനസ്സിലായതോടുകൂടിയാണ് മസ്കിന്റെ സ്വഭാവത്തിലും ആറ്റിറ്റ്യൂഡിലും ചേഞ്ച് വന്നത്. അല്ലെങ്കിൽ എൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന് നിന്നാണ് എന്നുള്ള രീതിയിലാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചതെന്നുള്ളതാണ്. അതൊരു സൈഡിൽ തന്നെ പറഞ്ഞു വെക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ഇലോൺ മസ്ക് പറയുന്നത് വെച്ചാൽ ഒരിക്കലും ഞാൻ ഈ ബില്ലിനെ കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല. അതായത് ഈ വൺ ബ്യൂട്ടിഫുൾ ബിഗ് ബിൽ അല്ലേ, വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അത് മാത്രം തന്നെയല്ല, ഈ പറഞ്ഞ പോലെ വളരെ ഇൻഗ്രാറ്റിറ്റ്യൂഡ്, അതായത് ബിട്രേഡ് ആയിട്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. ജാസ്മിൻ പറഞ്ഞ പോലെ ഞാനില്ലായിരുന്നെങ്കിൽ ഇലക്ഷൻ തോക്കുമായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ട്വീറ്റുകളിൽ ഏറ്റവും വലിയ രസം വെച്ചാൽ ഒരു യൂസർ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആ ഒരു യൂസർ അതിനകത്ത് ഒരു മെസ്സേജ് ഇട്ടിരുന്നു, അതായത് ഒരു കമൻറ്റ് ഇട്ടിരുന്നു. അതായത് ട്രംപിനെ ഇംപീച്ച് ചെയ്ത് JD വാൻസിനെ പ്രസിഡന്റ് ആക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഇലോൺ മസ്ക് ഉത്തരം പറഞ്ഞത് യെസ് എന്നായിരുന്നു. അപ്പോൾ ആ ഒരു വാക്കുകളിൽ മാത്രം ഇലോൺ മസ്ക് ഒതുക്കി എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇലോൺ മസ്ക് പറയണത് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ എന്താ പറയുക ഡീകമ്മീഷൻ ചെയ്യാൻ പോകണം. അതായത് സ്പേസ് എക്സിൻ്റെ ഇതുണ്ടല്ലോ, ഡ്രാഗൺ സ്പേസ് എയർക്രാഫ്റ്റിനെ ഇമീഡിയറ്റ്ലി ആയിട്ട് പ്രോജക്റ്റ് ഞാൻ ഡീകമ്മീഷൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊക്കെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മസിൽ ഫ്ലെക്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള. ബട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വാക്ക്, അതായത് ഇലോൺ മസ്ക് ട്രംപിനെ കുറിച്ച് ഒരു വാക്ക് മാത്രം പുറത്തുവിട്ടു. അതായത് ട്രംപിൻ്റെ പേര് എപ്സ്റ്റീൻ ഫയൽസ് നമ്മുടെ ഇവിടെ തെഹൽക്ക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതേപോലെ എപ്സ്റ്റീൻ ഫയൽസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തൊട്ടും തൊടാതെയും അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു വെൽത്തി ഫിനാൻസിങ് പേഴ്സൺ ആണ്. ഈസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ US എന്നുള്ളത്. ജെഫ്രി എൻസ്റ്റൈന് ഒരു അലഗേഷൻ ഉണ്ട്. അലഗേഷൻ എന്ന് വെച്ചാൽ അയാൾ ഹി വാസ് റണ്ണിങ് ട്രാഫിക്കിംഗ്, അതായത് സെക്സ് ട്രാഫിക്കിംഗ് നെറ്റ്വർക്ക് നടത്തിയിരുന്നു. അണ്ടർ ഏജ്ഡ് ഗേൾസിനെ വെച്ചാണ് നടത്തിയിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹമായിട്ട് ട്രംപിന് ബന്ധമുണ്ടായിരുന്നു 1990s ഏർലി 2000 ഒരു 10-15 കൊല്ലമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നും ട്രംപിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴായിട്ട് ഇവർ തമ്മിൽ എന്താ ഈ എപ്സ്റ്റീൻ ഹോസ്റ്റ് ചെയ്തിരുന്ന പാർട്ടിയിലൊക്കെ ട്രംപ് പോയിരുന്നു എന്നും പിക്ചേഴ്സൊക്കെ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ഈ എപ്സ്റ്റീൻ ഫയൽസിനെ US ഫെഡറൽ ഗവൺമെൻറ് ഇതുവരെ ആ ഫയൽസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, അത് പബ്ലിക് ആയിട്ടില്ല. അപ്പോൾ അതിനകത്ത് ആരുടെയൊക്കെ പേര് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളത് വെറും സ്പെക്കുലേഷൻ മാത്രമാണ്. ഇതുവരെ പുറത്ത് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും വന്നിട്ടില്ല. എന്നാൽ ട്രംപ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംസാരം അമേരിക്കയിൽ പലപ്പോഴായിട്ട് നടന്നിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതിനു മുമ്പേ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു, എനിക്ക് എപ്സ്റ്റീനെ പരിചയം ഉണ്ടായിരുന്നു, ബട്ട് ഈവൻ ദെൻ ഇയാളുടെ ഈ വൃത്തിയോടൊക്കെ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ക്ലബിൽ ഇയാളെ ഇനി അടുപ്പിക്കാറില്ല എന്നുള്ള രീതിയിൽ ട്രംപ് ഇതിന് കൈയഴുകി വച്ചിരുന്നു. കാര്യം ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷനൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ ചർച്ചയാവുമല്ലോ. അപ്പോൾ ട്രംപ് പല ഇന്റർവ്യൂവിലും അത് പറഞ്ഞു വെച്ചിരുന്നു. ബട്ട് ഇലോൺ മസ്ക് ആ മൂടിയിട്ട കാര്യത്തിനെ വീണ്ടും ഒന്ന് പൊക്കിയെടുത്തു. എപ്സ്റ്റീൻ ഫയൽസിന്റെ കാര്യം വെളിയിൽ വരികയാണെങ്കിൽ ഈ പറയുന്ന പോലെ പല പൊളിറ്റീഷ്യൻസിന്റെയും കാര്യം സേഫ് അല്ല എന്നുള്ള രീതിയിലാണ് ഇലോൺ മസ്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ബട്ട് ഒരു കാര്യം പറയാം, ഈ പറഞ്ഞ പോലെ ഇത് പുറത്തു വന്നു എന്ന് പറഞ്ഞ് ട്രംപിന് വലിയ ഇതൊന്നും ഉണ്ടാവുമുള്ള കാര്യം, ട്രംപിന് ഒരു ലീഗൽ ഇംപ്ലിക്കേഷൻ ഒന്നും ഇതിനകത്തില്ല. ഒരു റെപ്യൂട്ടേഷൻ ലോസ് മാത്രമേ ട്രംപിന് വരാനുള്ളൂ. ഈ ട്രംപ് എന്ന് പറയുന്ന ക്യാരക്ടറിന് ആ റെപ്യൂട്ടേഷൻ ഒന്നും ഒരൊട്ടും പ്രശ്നമോ അല്ല. അതായത് ഒരു എന്താ പറയുക, നമ്മൾ നാണമില്ലാത്തതൊന്നും പറയാൻ പാടില്ല. കാര്യം വെച്ചാൽ ഈസ് എ പവർഫുൾ മാൻ, ഈസ് എ റെസ്പെക്റ്റഡ് മാൻ, വളരെ റെസ്പോൺസിബിൾ ആയിട്ട് പൊസിഷനിൽ ഇരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ഫിഗർ ആണ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് ട്രംപ് ഇതൊന്നും വളരെ കാര്യമാക്കി എടുക്കുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് ബട്ട് ഈ പറയുന്ന പോലെ ഇലോൺ മസ്ക് ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ എതിരായി എന്നുള്ള കാര്യം ഒരു വാസ്തവം തന്നെയാണ്. ഇത് എത്രത്തോളം കാര്യങ്ങളിലേക്ക് പോകുന്നുള്ളത് നമുക്ക് കണ്ടറിയണം എന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ ജാസ്മിൻ പറഞ്ഞത് ശരിയാണ്. അതായത് ഈ വക ഇഷ്യൂസ് ആണ് ഇന്നലെ കംപ്ലീറ്റ് ലൈം ലൈറ്റ്. ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേർണൽ എടുത്ത് നോക്കിയാലും, ന്യൂയോർക്ക് ടൈംസ് എടുത്ത് നോക്കിയാലും, ഗാർഡിയൻ എടുത്ത് നോക്കിയാലും, CNBC ബിസിനസ് ചാനൽ അമേരിക്കയിലുള്ള നോക്കിയാലും, ഫോക്സ് ബിസിനസ് ന്യൂസ് നോക്കിയാലും, BBCയുടെ ബിസിനസ് ഡിവിഷൻ നോക്കിയാലും, ഇനി എന്തിനാ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ പല ഫേമസ് ആൻഡ് പോപ്പുലർ ചാനൽസിൻ്റെ ഇന്ന് കംപ്ലീറ്റ് കവറേജ് തുടക്കത്തിൽ ഇപ്പം RBIയുടെ മോണിറ്ററി പോളിസി വരും വരെ ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള പ്രശ്നം തന്നെയായിരിക്കും ഇവരെല്ലാം ചർച്ച ചെയ്യണമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല. ഇതിൻ്റെ റിപ്പർക്കഷൻ ആണെന്ന് തോന്നുന്നു. ഇന്നലെ ടെസ്ലയുടെ സ്റ്റോക്ക് ഏതാണ്ട് എന്താ പറയുക 14% ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് $150 ബില്യൺ വൈപ്പ് ഔട്ട് ചെയ്തു ടെസ്ലയുടെ സ്റ്റോക്കിൽ നിന്നും. ഈ $150 ബില്യൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് TCS.
അതായത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ TCSന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ $146 ബില്യൺ ആണ്. അപ്പൊ ഏതാണ്ട് ടെസ്ലയിൽ നിന്നും ഒരു TCS തന്നെ ഇറങ്ങിപ്പോയതുപോലെയാണ്, ഒലിച്ചു പോയതുപോലെയാണ്. അതായത് HDFC ബാങ്കിന്റെ 88% ഇന്നലെ ടെസ്ല സ്റ്റോക്കിൽ പോയത്. അതായത് റിലയൻസിന്റെ 62% ആണ് ഈ ടെസ്ല സ്റ്റോക്കിൽ നിന്ന് ഇളകിപ്പോയെന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇന്ത്യയിലായിരുന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഏറ്റവും വലിയ സ്റ്റോക്കിൻ്റെ 66% പോയതിൻ്റെ ഒരു എഫക്റ്റാണ്. ബട്ട് US ബീങ് എ ലാർജർ എക്കണോമി, US മാർക്കറ്റ് ഈസ് ഓൾസോ എ വെരി ലാർജ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ പറയുന്ന പോലെ അത് വലിയതായിട്ടൊരു ഇമ്പാക്റ്റ് വന്നില്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കണമെങ്കിലും ഒരു ഡയറക്ഷൻ ഇല്ല, എങ്ങോട്ടാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഡയറക്ഷൻ ഇല്ല. നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് RBI പോളിസിയാണ്. എന്നാൽ US മാർക്കറ്റിനെ സംബന്ധിച്ച് 2-3 നല്ല കാര്യങ്ങൾ വരാമെന്ന് കാര്യത്തിൽ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള പ്രശ്നം ഒരു വശത്ത്, രണ്ടാമത് ട്രംപ് ഹാഡ് എ ടോക്ക് വിത്ത് ചൈനീസ് പ്രസിഡന്റായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. അത് വേറെ ഒന്നുമില്ല, എക്സ്ക്ലൂസീവ്ലി ഈ ട്രേഡിന്റെ കുറിച്ചാണ് സംസാരിച്ചതെന്നുള്ളത് വെളിപ്പെടുത്തുകയുണ്ടായി. പിന്നെ ഇനിയിപ്പോൾ സ്കോട്ട് ബെസന്റും ലുട്നിക്കും ഇവിടുന്ന് ടോക്സ് കണ്ടിന്യൂ ചെയ്ത് പോകും. അതൊരു സിൽവർ ലൈനിങ് ആയിട്ട് US മാർക്കറ്റിന് ആശ്വസിക്കാം. രണ്ടാമത് നൗ ഫാം പേ റോൾസ് വന്നു, അതിൽ ഏതാണ്ട് 1,25,000 ജോബ്സ് ആഡ് ചെയ്തു എന്നുള്ള ഒരു രണ്ടാമത്തെ നല്ല ഗുഡ് ന്യൂസ് ആണ് അമേരിക്കൻ ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. മൂന്നാമത് ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ച നല്ലൊരു കാര്യം വെച്ചാൽ ECB 25 ബേസിസ് പോയിന്റ്സ് കട്ട് ചെയ്തു. അപ്പോൾ ഇത് മൂന്നും ഒരു ഗ്ലോബൽ മാർക്കറ്റ്സിന് ഒരു സപ്പോർട്ടായിട്ട്, ഒരു ഭേദപ്പെട്ട ഒരു പോസിറ്റീവ് ബൈസുള്ള ന്യൂസ് ആയിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയറക്ഷൻ ഇല്ലാതെ ഇന്ത്യൻ മാർക്കറ്റ് നിൽക്കുന്നു. സപ്പോർട്ട് ലെവൽസ് റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ്, സപ്പോർട്ടും റെസിസ്റ്റൻസും റെസ്പെക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതൊന്ന് ബ്രേക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു സൈഡിൽ പോകാതെ നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് മാർക്കറ്റിൽ ഒരു ഡയറക്ഷൻ കിട്ടില്ല. ടിൽ ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ദോ മാർക്കറ്റ് വിൽ റിമെയിൻ റേഞ്ച് ബൗണ്ട്, ദർ വിൽ ബി ഇൻഡിവിജ്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ സ്റ്റോക്സ് ഹിയർ ആൻഡ് ദെയർ എന്നുള്ളത് പറഞ്ഞു വെക്കണം. ഇന്നിപ്പോൾ നമുക്ക് ഈ 10 മണി കഴിയുന്നതോടുകൂടി നമുക്ക് എനിക്ക് തോന്നുന്നു ഈ RBIയുടെ മോണിറ്ററി പോളിസി വരും. RBI മോണിറ്ററി പോളിസിയിൽ 25 ബേസിസ് പോയിന്റ്സ് ആണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അത് ഗ്രാൻഡഡ് ആണ്, മാർക്കറ്റിൽ അത് ഡിസ്കൗണ്ടും ചെയ്തിട്ടുണ്ട്. സർപ്രൈസ് എലമെന്റ് എന്ന് പറയുന്നത് 50 ബേസിസ് പോയിന്റ്സ് വരുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ മാർക്കറ്റ് അത് വളരെ വലിയൊരു പോസിറ്റീവ് ട്രിഗർ ആയിട്ട് ജംബോ റേറ്റ് കട്ട് ഉണ്ടായേക്കാം എന്നുള്ളത് ചില ഒരു ഔട്ട്സൈഡ് ചാൻസ്. എങ്കിലും ഈ പറഞ്ഞ പോലെ RBI 25 ബേസിസ് പോയിന്റ്സ് ഒരു കൺസർവേറ്റീവ് സ്റ്റാൻഡ് എടുക്കാനാണ് ചാൻസ്. ബട്ട് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ഈ ഹെഡ്ലൈൻ ഫിഗർ ആയ 25 ബേസിസ് പോയിന്റ്സ് മാത്രമായിരിക്കില്ല, RBIയുടെ കമന്ററി ഓൺ ഇൻഫ്ലേഷൻ ആൻഡ് ഗ്രോത്ത് എന്നുള്ളത് കൂടെ നമുക്ക് പറഞ്ഞു വെക്കണം. അതായത് ഇൻഫ്ലേഷൻ ഗ്രോത്ത് അല്ലെങ്കിൽ GDP ഗ്രോത്ത് ഏതാണ്ട് RBI പെഗ് ചെയ്യുന്നത് 6.7% എങ്ങാണ്ടാണെന്നുണ്ടല്ലേ, 6.7% 6.5% ആണ് FY26 ഒരു എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നതെന്നും. അതിൽ നിന്ന് താഴേക്കാണ് RBIയുടെ ഒരു ഫോർകാസ്റ്റ് വരുന്നതെങ്കിൽ മാർക്കറ്റ് അത് സന്തോഷത്തോടുകൂടി എടുക്കാനുള്ള ചാൻസുകൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതുമല്ല ഒരു ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് RBI ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് ഒരു കൺസെൻസസ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ 3.7% ആണ്. 3.7% താഴെയാണ് ഇൻഫ്ലേഷന്റെ ഒരു ഫോർകാസ്റ്റ് RBI തരുന്നതെങ്കിൽ മറുവശത്ത് അതായത് GDP ഗ്രോത്ത് എക്സ്പെക്ടഡ് രീതിയിൽ അല്ല RBI ഫോർകാസ്റ്റ് ചെയ്യണമെങ്കിൽ മാർക്കറ്റിന് ഇഷ്ടപ്പെടില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇൻഫ്ലേഷന്റെ കേസ് 3.7% ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിന്റെ താഴെ ആയിരിക്കാം ഇൻഫ്ലേഷൻ FY26 ഫോർകാസ്റ്റ് എന്ന് RBI പറയുകയാണെങ്കിൽ മാർക്കറ്റ് മൈറ്റ് ടേക്ക് ഇൻ വെരി പോസിറ്റീവ് മാനർ, ബിക്കോസ് മാർക്കറ്റ് മൈറ്റ് എക്സ്പെക്ട് 1 or 2 ഗുഡ് റേറ്റ് കട്ട്സ് ആസ് വെൽ എന്നുള്ളത്. കാര്യം ഇൻഫ്ലേഷൻ താഴോട്ട് വരുന്നു എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ, അതും ഈ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മാറാം. ബട്ട് നമുക്കിപ്പോൾ ഈ പറയുന്ന പോലെ ഇനി അത് 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ Indo-US ട്രേഡ് ടോക്കും കൂടെ നമ്മൾ പറയുന്നല്ലോ, ഏതായാലും എത്രയും പെട്ടെന്ന് നമ്മൾ അതിലേക്ക് എത്തുന്നു എന്ന് ലുട്നിക്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. സ്കോട്ട് ബെസന്റും അതിനെക്കുറിച്ച് പറയുണ്ടായി. ഇന്ത്യൻ ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന സോഴ്സസും അത് തന്നെയാണ് പറയുന്നത്. ബട്ട് അതിനകത്ത് നമ്മൾ ഇപ്പോൾ മനസ്സിലാവുന്ന ബിസിനസ് സ്റ്റാൻഡേർഡ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തേക്കണേ. ബിസിനസ് സ്റ്റാൻഡേർഡ് ഇന്ന് മോർണിംഗ് റിപ്പോർട്ട് ചെയ്തേക്കണെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു പ്രൊപ്പോസൽ US-ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഏപ്രിൽ 2 മുതലാണല്ലോ ഈ സാധനങ്ങളൊക്കെ ഫ്രണ്ടിലേക്ക് വന്നത്, ഈ ടാരിഫ് ഒക്കെ വന്നത്. പ്രത്യേകിച്ച് യൂണിവേഴ്സൽ ടാരിഫായ 10%. ഇന്ത്യക്ക് 26% വെച്ചു എന്നല്ലാതെ എല്ലാവർക്കും വരുന്ന ഒരു 10% ബേസ് ടാരിഫ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഇന്ത്യ ഒരു കമന്റ് നടത്തി എന്നാണ് പറയുന്നത്. അതായത് April 2 ഫോർമാറ്റിലേക്ക് പോയാൽ കൊള്ളാം എന്ന് ഇന്ത്യ US-നോട് നിർദ്ദേശിച്ചു എന്നാണ് പറയുന്നത്. അതായത് നോട്ട് ആ ബേസിക് 10% കൂടെ എടുത്ത് കളയണം. ഏതൊക്കെ സെക്ടേഴ്സിന്? ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സിന് എടുത്ത് കളയണം. കാര്യം ഇന്ത്യയിൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സിന് ഈ പറയുന്ന 10% വെക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഏർപ്പാടല്ല എന്നാണ് ഇന്ത്യ പറഞ്ഞേക്കുന്നത് US-ന് അടുത്ത്. ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ അപ്പാരൽ, ഫുട്വെയർ, ലെതർ, ജെംസ് ആൻഡ് ജ്വല്ലറി. അപ്പോൾ ഈ ഇൻഡസ്ട്രി, ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഈ ഇൻഡസ്ട്രിക്ക് ആ 10% ഉണ്ടാവാൻ പാടില്ല എന്നുള്ള റിക്വസ്റ്റ് കൊടുത്തു. എനിക്ക് മനസ്സിലായത് ബിസിനസ് സ്റ്റാൻഡേർഡ് തന്നെ റിപ്പോർട്ട്
റിപ്പോർട്ട് ചെയ്തേക്കണം വെച്ചാൽ US സോഴ്സസ് ഇന്ത്യ എടുത്ത് പറഞ്ഞേക്കണം ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ, അതായത് അമേരിക്കൻ US കോൺഗ്രസിന്റെ പെർമിഷൻ ഇല്ല അങ്ങനെ തരാനായിട്ട്, എല്ലാവർക്കും യൂണിഫോം ആയിട്ടാണ് വച്ചേക്കണേ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ അങ്ങോട്ട് കൊടുത്ത കൗണ്ടർ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ട്രേഡ് എഗ്രിമെന്റ്, അതായത് ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് എഗ്രിമെന്റിൽ കഴിയുന്നത് ഈ ക്ലോസ് ഇൻക്ലൂഡ് ചെയ്യണം. എന്ത് ക്ലോസ് ആണ്? അതായത് US കോൺഗ്രസ് സമ്മതിക്കുകയാണെങ്കിൽ ഈ 10% കൂടെ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ മാറ്റണം എന്നുള്ളതാണ് അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇന്ന് വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും പറയാറുണ്ട് റെയർ എർത്ത് മിനറൽസ്, അതിൽ റെയർ എർത്ത് മാഗ്നറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, എനർജി ആൻഡ് സോളാർ, പിന്നെ മൂന്നാമത് ഡിഫൻസ്, ഈ 3 സെക്ടറിനും റെയർ എർത്ത് മാഗ്നറ്റ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്. എസ്പെഷ്യലി EVയുടെ കാര്യത്തിലാണ്. അതായത് EVയുടെ മോട്ടർ ഈ ഹൈ പവർ നല്ല ഒരു എന്താ പറയുക, അതിനകത്ത് ഒരുപാട് മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള. അപ്പോൾ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ മുതൽ തന്നെയാണെന്ന് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ചൈന അതിൻ്റെ എക്സ്പോർട്ടിന്, അതായത് റെയർ മാഗ്നറ്റ്സിന് എക്സ്പോർട്ടിന് ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. ചൈനയാണല്ലോ ഈ റെയർ മെറ്റീരിയൽസിന്റെ ഒരു റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ചൈന ഇതിനകത്ത് ഒരു റെസ്ട്രിക്ഷൻ വച്ചത് കാരണം ഗ്ലോബൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ട സമയത്ത് മാഗ്നറ്റ്സ്, എസ്പെഷ്യലി ഇലക്ട്രിക് വെഹിക്കിൾ ടൂ വീലർ സെഗ്മെന്റിന് എങ്ങനെ ഒരു മാഗ്നറ്റ്സ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, വളരെ ചലഞ്ചിങ് ആയിട്ട് വന്നു. അതായത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ കമ്പനീസിനൊക്കെ ഏതാണ്ട് 6 തൊട്ട് 8 ആഴ്ചയ്ക്ക് മുന്നോട്ടുള്ള ഈ മാഗ്നറ്റ്സ് മാത്രമേ കയ്യിലുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ചൈന അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ പല യൂറോപ്യൻ ഓട്ടോ മേക്കേഴ്സും, എല്ലാവരും അല്ല കേട്ടോ, ചില യൂറോപ്യൻ മേക്കേഴ്സ് ലൈക്ക് വോൾസ് വാഗൺ അതിൻ്റെ ഒരു പെർമിറ്റ് ചൈനയിൽ നിന്ന് മേടിച്ച് ഇപ്പോൾ സീംലെസ് ആയിട്ട് ആ കാര്യങ്ങൾ നടന്നു പോകുന്നുള്ള. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഏതാണ്ട് ഈ പറയുന്ന പോലെ ഇതുവരെ ഒന്നും തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം. 1700 ടണ്ണാണ് നമുക്ക് ആവശ്യം, നമ്മളിപ്പോൾ യൂസ് ചെയ്യണം. 2032 ആകുമ്പോൾ അതായത് 15,400 ടൺ എന്ന് പറയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ പ്ലെയേഴ്സ് എല്ലാവരും കൂടെ ഈ പറയുന്ന പോലെ ഒരു ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 30 പെർമിറ്റുകളാണ് ഇപ്പോൾ ക്യൂവിൽ കിടക്കുന്നതെന്നുള്ള, 30 പെർമിറ്റുകളാണ് ക്യൂവിൽ കിടക്കുന്നതെന്നുള്ള. ഇപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ആലോചിക്കണം, ഒന്നില്ലെങ്കിൽ മോട്ടോർ ഈ പറയുന്ന മോട്ടോറായിട്ട് തന്നെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മോട്ടോർ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് ഈ മാഗ്നറ്റ് അവിടെ ഫിറ്റ് ചെയ്തിട്ട് തിരിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് അവരൊരു ഡെലിഗേഷൻ അവിടുത്തെ ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്ട്രി ആയിട്ട് സംസാരിക്കണമെന്നും കൂടെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. യെസ്, ഏതായാലും നമുക്കിനിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് കൂടി പോകാം. അതിനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് ജോയിൻ ചെയ്യുന്നത് നിഖിൽ. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തുടക്കഘട്ടത്തിൽ ഒരു വലിയ ഇടിവ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും പതിയെ തിരിച്ചു കയറുന്ന ഒരു മാർക്കറ്റിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നു. പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് സെക്ടേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് PSU, ബാങ്ക് ആൻഡ് റിയൽറ്റി മേഖലയിലൊക്കെ തന്നെ ഒരു മുന്നേറ്റവും കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നിഫ്റ്റി 50ലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിൽ മാത്രമുള്ള ഒരു ഇടിവാണ് നിലവിൽ കാണാൻ സാധിക്കും. നിലവിൽ 24,704 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവോടുകൂടി ഏകദേശം 90 ബേസിസ് പോയിന്റുകളുടെ ഒരു നഷ്ടത്തോടു കൂടി 55,663 എന്ന് പറയുന്ന ഒരു നിരക്കിൽ നിഫ്റ്റി ബാങ്ക് ഇന്നത്തെ മോണിറ്ററി പോളിസി ഫലങ്ങൾ വരാനിരിക്കുന്ന ദിനത്തിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റി 50ലെ കമ്പനികളുടെ പെർഫോമൻസും മറ്റും ഒക്കെ നോക്കുകയാണെങ്കിൽ കോൾ ഇന്ത്യയുടെ ഓഹരികളിൽ നിന്ന് മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് മാർക്കറ്റിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ കാഴ്ചവെക്കുന്നു. ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടം കോൾ ഇന്ത്യയും ഇൻഡസ്ഇൻഡ് ബാങ്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം 0.25%ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് അതിൻ്റെ ഇന്നലെ ഉണ്ടായിരുന്ന കുതിപ്പ് ഇന്നും തുടരുന്നു. ഏകദേശം 0.25% മുകളിലുള്ളൊരു നേട്ടം ഫാർമ കമ്പനിയും രേഖപ്പെടുന്നു. NTPC അഡാനി എൻ്റർപ്രൈസസും പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.5%ഉള്ളൊരു നേട്ടവും 2 ഓഹരികളും ഇപ്പോൾ പ്രകടമാക്കുന്നു. ടോപ്പ് ലോസേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2% മുകളിലുള്ളൊരു ഇടിവിലേക്ക് പോകേണ്ട ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ട്രെൻഡ് ഓഹരികൾ ഏകദേശം 0.25%ഉള്ളൊരു ഇടിവ് നേരിടുമ്പോൾ ബജാജ് ഫിൻസർവിൻ്റെ ഓഹരികളും നിലവിൽ ഇപ്പോൾ ഇടിവിലേക്ക് പോകുന്നതും കാണാൻ വേണ്ടി സാധിക്കുന്നു. HDFC ലൈഫും 0.5% മുകളിലും അപ്പോളോ ഹോസ്പിറ്റൽസും 0.5% മുകളിലുള്ളൊരു ഇടിവിൽ പോകുന്നതായാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്കുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ 55,674 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളമുള്ള ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനികളുടെ പെർഫോമൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ മികച്ച ഒരു പെർഫോമൻസ് 1% മുകളിൽ 1%തോട് ചേർന്ന്
നിൽക്കുന്ന രീതിയിലും കാനറ ബാങ്ക് ഓഹരികൾ ഏകദേശം 0.5%, പഞ്ചാബ് നാഷണൽ ബാങ്ക് 0.25% മുകളിലുമുള്ളൊരു നേട്ടം കാഴ്ചവെക്കുമ്പോൾ IDFC ഫസ്റ്റ് ബാങ്കും ഏകദേശം 0.5% ഒരു നേട്ടം എത്തുന്നു. എങ്കിൽ കൂടിയും ബാങ്ക് ഓഫ് ബറോഡയും മറ്റുമൊക്കെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ദിവസം ഏകദേശം 2.5% മുകളിലുള്ളൊരു ഇടിവിലേക്ക് ബാങ്ക് ഓഫ് ബറോഡ ഇപ്പോൾ കടക്കുന്നു. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 0.25%-ഓളം ഉള്ള ഒരു ഇടിവും, ICICI ബാങ്ക് ഓഹരികൾ 0.5% മുകളിലും ആക്സിസ് ബാങ്ക് ഓഹരികളും നിലവിൽ 0.5% മുകളിലുമുള്ളൊരു ഇടിവാണ് പ്രകടിപ്പിക്കുന്നത്. അടുത്തായി സെക്ടേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് മിക്സഡ് ആയി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് Nifty 50 സെക്ടേഴ്സിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ പരിശോധിക്കുമ്പോൾ ഒരു ഇടിവ് മാർജിനലായിരിക്കുന്ന ഒരു ഇടിവിൽ നിഫ്റ്റി ഓട്ടോ 23,269 എന്ന് പറഞ്ഞൊരു നിരക്കിലും, നിഫ്റ്റി എനർജി, നിഫ്റ്റി FMCG സെക്ടേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം മാർജിനലായ ഒരു നേട്ടവും രേഖപ്പെടുത്തുമ്പോൾ ഒരു മികച്ച ഒരു മൂവ്മെൻറ്റ് കാണാൻ വേണ്ടി സാധിക്കുന്ന നിലവിൽ നമുക്ക് നിഫ്റ്റി റിയൽറ്റിയിലാണ്. നിഫ്റ്റി റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടം ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള നിഫ്റ്റി റിയൽറ്റി ഇപ്പോൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു. 999 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി റിയൽറ്റിയിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി റിയൽറ്റിയിലെ കമ്പനികളുടെ പെർഫോമൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ ഓഹരികൾ നിലവിൽ ഏകദേശം 1.25%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ഓഹരികളിലും ഇപ്പോൾ അതേ തോതിലുള്ളൊരു നേട്ടം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഫീനക്സ് മിൽസ് 0.5%-ഓട് ചേർന്ന് നിൽക്കുന്ന നേട്ടം രേഖപ്പെടുത്തുമ്പോൾ DLF ഓഹരികളും ഏകദേശം 0.5%-ന് വളരെ അടുത്തുള്ള രീതിയിലുള്ളൊരു പെർഫോമൻസും, മാക്രോടെക് ഡെവലപ്പേഴ്സ്, ഒബ്രോയ് റിയൽറ്റി എന്നീ പറയുന്ന ഓഹരികൾ 0.5%-ന് മുകളിലുള്ളൊരു പെർഫോമൻസ് നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് നിഫ്റ്റി PSU ബാങ്കുകളുടെ ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കുകളെ പോലെ അല്ലാതെ ഏകദേശം 0.5%-ന്റെ ഒരു നേട്ടത്തിലേക്ക് നിഫ്റ്റി PSU ബാങ്കുകൾ ഇപ്പോൾ മാറിയിരിക്കുന്നു. 7080 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി PSU ബാങ്ക് സൂചിക ഇപ്പോൾ നിലനിൽക്കുന്നത്. നിഫ്റ്റി PSU ബാങ്കിലെ കമ്പനികളുടെ ഒരു പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൻ്റെ ഓഹരികളാണ് നിലവിൽ ഒരു മികച്ച ഒരു നേട്ടം രേഖപ്പെടുത്തുന്നത്. 0.5%-ന് മുകളിൽ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് എന്നീ പറയുന്ന ഓഹരികൾ നിലനിൽക്കുന്നു. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം 0.5%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് അടക്കമുള്ള ഒരു ഓഹരികൾ മാർജിനലായ ഒരു നേട്ടവും ഇന്നത്തെ ഈ ഒരു മോണിറ്ററി പോളിസി ദിനത്തിൽ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിൽ കൂടിയും യൂണിയൻ ബാങ്കിൻ്റെയും മറ്റുമൊക്കെ ഓഹരികളിലേക്ക് കടക്കുമ്പോൾ ഏകദേശം 0.5%-ഓളമുള്ള ഒരു ഇടിവും നിലവിൽ പ്രകടമാകുന്നു. അടുത്തതായിട്ട് മികച്ച ഒരു മൂവ്മെൻറ്റ് നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് നിഫ്റ്റി മെറ്റലിലാണ്. ഏകദേശം 0.5%-നും 0.5%-നും ഇടയിലുള്ളൊരു നേട്ടം നിഫ്റ്റി മെറ്റലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. 9267 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. നിഫ്റ്റി മെറ്റലിൽ നിന്ന് ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ഓഹരികൾ ഏകദേശം 2.5%-ന് മുകളിലുള്ളൊരു നേട്ടം ഹിന്ദുസ്ഥാൻ സിങ്കും, ഹിന്ദുസ്ഥാൻ കോപ്പർ ഓഹരികൾ ഏകദേശം 1.5%-ന്റെ ഒരു പെർഫോമൻസും കാഴ്ചവെക്കുമ്പോൾ നാഷണൽ അലൂമിനിയം കോർപ്പറേഷൻ്റെ ഓഹരികൾ 1%-ന് മുകളിലും വേദാന്ത 0.5%-ന്റെ ഒരു നേട്ടവും രേഖപ്പെടുത്തുന്നു. ഇടിവിൽ ഉള്ള ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീൽ 2%-ന് മുകളിലുള്ളൊരു ഇടിവ് മാറ്റി നിർത്തിയാൽ സ്റ്റീൽ അതോറിറ്റിയുടെ ഓഹരികൾ ഏകദേശം 0.5%-ന് മുകളിലും APL അപ്പോളോ ട്യൂബ്സ് ഓഹരികളും നിലവിലൊരു ഇടിവ് പ്രകടിപ്പിക്കുന്നതായാണ് നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നത്തെ ഈ ദിവസത്തിലെ ബ്രോഡർ മാർക്കറ്റ്സിൻ്റെ പെർഫോമൻസിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി 500 സൂചികകൾ മാർജിനലായ ഒരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഏകദേശം മിഡ് ക്യാപ്പ് 50 0.5%-ന് മുകളിലുള്ളൊരു നേട്ടവും, നിഫ്റ്റി മിഡ് ക്യാപ്പ് 100, നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് 100 എന്നിവ ഏകദേശം മാർജിനലായ ഒരു നേട്ടവും നിലവിൽ പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. സ്മോൾ ക്യാപ്പ് 50ലേക്ക് കടക്കുകയാണെങ്കിൽ നേട്ടം 0.5%-നും 0.5%-നും ഇടയിലുള്ളൊരു മികച്ച നേട്ടത്തിലേക്കും കടക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിലെ നിഫ്റ്റി ബ്രോഡർ മാർക്കറ്റ്സിലും കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ ജാസ്മിൻ നിലവിൽ കാണാൻ സാധിക്കുന്ന ഏകദേശം 40 ബേസിസ് പോയിന്റുകളുടെ ഒരു നഷ്ടത്തോടുകൂടി 24,712 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിഫ്റ്റി 50 സൂചികയാണ് ജാസ്മിൻ ഇന്നത്തെ ഈ മോണിറ്ററി പോളിസി ദിനത്തിൽ കാണാൻ സാധിക്കുന്നത്. നിഖിലാണ് ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ഔട്ട്ലുക്ക് നൽകിയത്. സുരജ് സാർ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഒരു വീഡിയോസ് ഇട്ട സമയത്ത് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ധാരാളം വീഡിയോസ് നമ്മൾ ഒരു മാർക്കറ്റിനെ കുറിച്ചുള്ള ബേസിക് മുതലുള്ള വീഡിയോസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷണൽ വീഡിയോസ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാകും. അതിനകത്ത് ആപ്പ് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രീമിയം കണ്ടന്റ് ആയിട്ട് ഇവർക്ക് കാണാനും സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് അവർ ഷോ തുടങ്ങിയിട്ട് ഏതാണ്ട് കുറച്ച് മാസങ്ങളെ ആകുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓവർവെൽമിംഗ് ആയിട്ടുള്ളതാണ്. എസ്പെഷ്യലി സൂരജ് സാറിൻ്റെ ഉൾപ്പെടെ പല ഗസ്റ്റുകളുടെയും ഒരു പ്രാതിനിധ്യം ഇതിനകത്തുണ്ട്. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ഇവർ ഈ ഷോയ്ക്കകത്തൊക്കെ തന്നെ നമ്മൾ എത്തുന്നത്. തീർച്ചയായിട്ടും സൂരജ് സാർ ഈ ഒരു കമൻസുകളോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? വളരെ ഹാപ്പിയാണ് നമ്മൾ, ഓവർവെൽമിംഗ് ആണ് എങ്കിലും
നമ്മൾ എന്നും കമൻസ് വെൽക്കം ചെയ്യണമെന്ന് വെച്ചാൽ അവരാണ് നമ്മുടെ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. അതായത് അവർ നമ്മളെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ദാറ്റ് ഫോഴ്സസ് അസ് ടു വർക്ക് ഹാർഡർ എന്നുള്ള കാര്യം. നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൽ നമ്മൾ ഓരോ ദിവസം നമുക്കൊരു ശീലമുണ്ട്. അതായത് 25 കൊല്ലമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഫണ്ട് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. കാര്യം അങ്ങനത്തെ രീതിയിലുള്ള ന്യൂസ് കാണുക, വായിക്കുക, അനലൈസ് ചെയ്യുക, അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നൊക്കെ ഉള്ളത്. ബട്ട് അത് വേറെ ആരെങ്കിലും കൂടെ കേൾക്കുന്നു, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് ആക്ഷനബിൾ ഐഡിയാസ് അല്ലെങ്കിൽ അതൊരു എന്താ പറയുക അവർക്കൊരു ഗുണകരമാവണു എന്ന് അറിയുമ്പോൾ നമുക്ക് എന്നും വലിയ സന്തോഷം തന്നെയാണ്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് രാവും പകലും നമ്മൾ പണിയെടുക്കുന്നത് എന്നുള്ള. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഏതാണ്ട് 24/7 വർക്കിംഗ് ആണ്. കാര്യം വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏതാണ്ട് 7:38 ആകുമ്പോഴത്തേക്കും US മാർക്കറ്റ് തുറക്കുന്നു എന്നുള്ള പല ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ഈ പറയുന്ന ഇലോൺ മസ്കും ട്രംപും ഒക്കെ ഫീച്ചർ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ഈ US മാർക്കറ്റ് എന്നുള്ളത്. അപ്പം നമ്മൾ ഏതാണ്ട് 7:30 വരെ ഈ പറയുന്ന പോലെ US മാർക്കറ്റും ഉണ്ട്. അപ്പം നമ്മൾ രാത്രി എപ്പോൾ ഒരു വെള്ളം കുടിക്കാൻ എണീറ്റാൽ പോലും നമ്മൾ TV വെച്ച് നോക്കുന്ന ഒരു സിറ്റുവേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണെങ്കിൽ വീണ്ടും പേപ്പറും പേനയായിട്ട് നമ്മൾ കുത്തിയിരുന്ന് എഴുതുന്നു, രാവിലെ വന്ന് സംസാരിക്കുന്നു. നമ്മൾ ഏതാണ്ട് 7:45 മണിയോടുകൂടി നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടാളികളും നമ്മുടെ ഈ ഓഫീസിൽ എത്തുന്നതാണ്. അപ്പം മുതൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഒരു മീഡിയ എന്നുള്ള രീതിയിൽ നമുക്കൊരു മാൻഡേറ്റ് ഉണ്ട്. ചില കാര്യങ്ങൾ പറയാൻ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഫണ്ട് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഞാനൊരു പോർട്ട്ഫോളിയോ മാനേജറായി സെബി രജിസ്ട്രേഷൻ ഉള്ളപ്പോൾ എനിക്ക് സ്റ്റോക്കിനെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്റ്റോക്ക് പറയാനോ മേടിക്കാനോ അവരുടെ ഫണ്ട് മാനേജ് ചെയ്യാനുള്ള ലൈസൻസ് എനിക്കുണ്ടായിരുന്നു. ബട്ട് മീഡിയയുടെ ഈ ഹോട്ട് ഡെസ്കിൽ ഹോട്ട് സീറ്റിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് അതിനൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് റിപ്പോർട്ട് ചെയ്യാനേ പാടുള്ളൂ. അതുകൊണ്ട് എന്താ നമ്മളൊരു സ്റ്റോക്കിൻ്റെ ആണെങ്കിലും ഇൻഫർമേഷൻ ആണെങ്കിലും നമ്മൾ രണ്ട് വശം പോസിറ്റീവ് സൈഡ് മാത്രം, പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈഡും കൂടെ മനസ്സിലാക്കുക എന്നുള്ളത് പോസിറ്റീവ് സൈഡ്. സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ആൾക്കാർ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ, അതാണ് പോസിറ്റീവ്. അതല്ല, അത് വേണം. തീർച്ചയായിട്ടും പോസിറ്റിവിറ്റിയാണ് നമ്മളെ ഡ്രൈവ് ചെയ്യണം. വി ആർ പെയ്ഡ് ടു ബി ഓപ്റ്റിമിസ്റ്റിക്. അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കംപ്ലീറ്റ് ഓപ്റ്റിമിസം ഉണ്ടാവുന്നില്ല. ബട്ട് പെസിമിസം എന്താണെന്നും നെഗറ്റിവിറ്റി എന്താണെന്നും മനസ്സിലാക്കുന്നതാണ് മാർക്കറ്റിലെ പോസിറ്റീവ് കാര്യം എന്നുള്ളത്. അപ്പോൾ രണ്ട് വശം, ഒരു വെളുപ്പും കറുപ്പും ഉണ്ടെന്ന് പറഞ്ഞ പോലെ രണ്ട് വശവും കണ്ടു വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ എഫേർട്ട് ഗുണം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മൾ കഴിവതും നമ്മളെ കൊണ്ട് ഓരോ ക്വറിക്കും ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ ഐഡിയാസ് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്ത് വരും എപ്പിസോഡുകളിൽ നമ്മൾ ഓരോ അഭിപ്രായങ്ങൾ നമ്മൾ പറയാറുണ്ട്. ബട്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയാത്തതിൽ പ്രേക്ഷകർ നമ്മളോട് ക്ഷമിക്കണം. അതിന് നമുക്ക് മാൻഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു. ജാസ്മിൻ. യെസ് സാർ, ഇപ്പോൾ ഏതായാലും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ധനനയ പ്രഖ്യാപനത്തിനായി എത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ ഒരു ലൈവ് സ്ട്രീമിലേക്ക് പോകാം. Comes from the strong balance sheets of the 5 major sectors: corporates, banks, households, government, and the external sector. Second, there is stability on all 3 fronts: price, financial, and political, providing policy and economic certainty in this dynamically evolving global economic order. Third, the Indian economy offers immense opportunities to investors, both domestic and foreign, through 3 Ds: demography. We have a high proportion of the working age population which is growing. It is becoming more literate, it's becoming more educated, more skilled, urbanized. Then there is the third D, the second D, the digitalization. We have very advanced and sophisticated public digital infrastructure. And domestic demand is the third D, which we are talking about over here, which is very important given the trends of deglobalization. This 5x3x3 matrix of fundamentals provides the necessary core strength to cushion the Indian economy against global spillovers and propel it to grow at a faster pace. We are already growing at a very fast pace. 6.5% is the highest, not only last year amongst major economies, but even in the last decade. Of course, we aspire to grow at a higher rate, and we are making all efforts in our vision of a Viksit Bharat by 2047. I now come to the Monetary Policy Committee decisions. The Monetary Policy Committee met on the 4th, 5th and 6th of June, that is today, to deliberate and decide on the policy repo rate. And after a detailed assessment of the evolving macroeconomic and financial developments and the economic outlook ahead, the MPC decided to reduce, which is widely expected, the policy repo rate under
the liquidity adjustment facility by 50 basis points to 5.5%. I repeat, the reduction recommended by the MPC is for 50 basis points to 5.5%. This is with immediate effect. Consequently, the standing deposit facility rate, which is the STF rate, shall stand adjusted to 5.25%. And the marginal standing facility MSF rate and the bank rate shall stand adjusted to 5.75%. I shall now briefly set out the rationale for these decisions. Inflation has softened significantly over the last 6 months from above the tolerance band in October 2024 to well below the target. Its latest numbers are 3.2%, with signs of a broad-based moderation. The near-term and the medium-term outlook now gives us confidence of not only a durable alignment of headline inflation with the target of 4%. You are aware we had earlier projected for this year an average inflation of 4%, as excluded in the last meeting, but also the belief that during the year it is now likely to undershoot the target at the margin. While food inflation outlook remains soft, core inflation is also expected to remain benign, with easing of international commodity prices in line with the anticipated global growth slowdown. The inflation outlook, therefore, for the year is now being revised downwards from our earlier forecast of 4% to 3.7%. Growth, on the other hand, remains lower than our aspirations amidst challenging global environment and heightened uncertainty. Thus, the MPC felt that it is imperative to continue to stimulate domestic private consumption and investment through the policy levers to step up the growth momentum. This changed growth inflation dynamics calls for not only continuing with the policy easing, but also the MPC felt front-loading the rate cuts to support growth. Accordingly, the MPC voted to reduce the repo rate by 50 basis points to 5.5%, as already mentioned. After having reduced the policy repo rate by 100 basis points in quick succession since February 2025, the Monetary Policy Committee also felt that under the present circumstances, monetary policy is now left with very limited space to support growth. Hence, the MPC also decided to change the stance from accommodative to neutral. From here onwards, the MPC will be carefully assessing the incoming data and the evolving outlook. ദാറ്റ്സ് ഇറ്റ്. ഏതായാലും ഒരു ഡബിൾ ധമാക്ക നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വന്നിരിക്കുന്നു. 50 ബേസിസ് പോയിന്റിന്റെ ഒരു കുറവാണ് ആർ ബി ഐയുടെ ഭാഗത്തു നിന്നും റിപ്പോ റേറ്റിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പണപ്പെരുപ്പങ്ങളൊക്കെ തന്നെ ആർ ബി ഐയുടെ ഒരു ടോളറൻസ് ലെവലായിട്ടുള്ള 4% താഴെയാണ്. അതുകൊണ്ട് തന്നെ അതുകൂടാതെ അമേരിക്കയുടെ താരിഫ് നയങ്ങളൊക്കെ തന്നെ ആഗോളതലത്തിൽ സൃഷ്ടിക്കുന്ന അനിശ്ചിതാവസ്ഥകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിക്കാനുള്ള അത്തരത്തിലുള്ള ഒരു ബൂസ്റ്റിംഗ് പർപ്പസ് ആയിട്ടാണ് ഇത്തരത്തിൽ 50 ബേസിസ് പോയിന്റിന്റെ ഒരു റിപ്പോ നിരക്ക് കുറയ്ക്കൽ 50 ബേസിസ് പോയിന്റിന്റെ ഒരു നിരക്ക് കുറയ്ക്കലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സുരേഷ് സാർ, ഏതായാലും തീർച്ചയായിട്ടും മാർക്കറ്റിനും ഇത് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. അത്തരത്തിൽ ഒരു SBI അടക്കം പ്രവചിച്ചിരുന്ന 50 ബേസിസ് പോയിന്റ് എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ വലിയൊരു ജംബോ കട്ട് തന്നെയാണ് ആർ ബി ഐ ചെയ്തത്. അത് അദ്ദേഹം ഇപ്പോൾ നമുക്കൊരു ചെറിയ സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ കേൾക്കാൻ പറ്റിയുള്ളൂ. കാര്യം ഫൈൻ പ്രിന്റ് ഇനി വരുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റും ഒക്കെ ഇതിന്റെ പുറകെ ഫോളോ ചെയ്യുന്നതാണ്. എങ്കിലും നമുക്ക് മനസ്സിലായ കാര്യം അദ്ദേഹം പറയുന്നത് നമ്മൾ ഫ്രണ്ട് ലോഡ് ചെയ്യുകയാണ് ഗ്രോത്തിന് വേണ്ടിയിട്ട്. അതായത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീഎംറ്റീവ് ആയിട്ട് 50 ബേസിസ് പോയിന്റ്സ് കട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ഒരു കാര്യം കൂടെ പറയുകയുണ്ടായി. അദ്ദേഹം ഇവിടെ നിന്ന് നമ്മൾ അക്കോമഡേറ്റീവ് സ്റ്റാൻസിൽ നിന്ന് മാറി ന്യൂട്രൽ സ്റ്റാൻഡിലേക്ക് മാറാൻ, അതായത് ഇനി അങ്ങോട്ടുള്ള റേറ്റ് കട്ടുകൾ നമുക്ക് ആലോചിച്ചും കണ്ടും കേട്ടും, കാര്യം ടാരിഫ് എങ്ങനെയാണ് ഗ്ലോബൽ സപ്ലൈ ചെയിനെ എഫക്ട് ചെയ്യണമെന്നും നമ്മൾ എങ്ങനെയാണ് ഒരു ട്രേഡ് ഡീൽ സൈൻ ചെയ്യാൻ പോകണമെന്നും എങ്ങനെയാണ് ഇൻഫ്ലേഷൻ പാൻ ഔട്ട് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഇവിടുത്തെ ബിസിനസ്സുകൾക്ക് എങ്ങനെ കോപ്പപ്പ് ചെയ്യാന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ ഇനി ബാക്കിയുള്ള റേറ്റ് കട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടെ തന്നിരുന്നു. ഇൻഫ്ലേഷൻ നമ്മൾ പ്രൊജക്ട് ചെയ്ത പോലെ തന്നെ എന്താണ് 3.7%, 4-ന് താഴെ തന്നെയാണ് ആർ ബി ഐ പറഞ്ഞേക്കണേ. വലിയ GDP ഗ്രോത്തിനും ഈ പറഞ്ഞ പോലെ ചലഞ്ചസ് ഉണ്ട്. ഈ പറയുന്ന പോലെ US-ന്റെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നു. ഓൾ ഇൻ ഓൾ it may be a surprise, but it is a welcome move as far as stock market is concerned. യാതൊരു സംശയമില്ല.
യെസ്, ഏതായാലും നമുക്ക് ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്ക് കൂടി കിട്ടേണ്ടതുണ്ട്. അതിനായിട്ട് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും അഹല്യ ഫിൻഫോറെക്സ് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അനീസ് ചന്ദ്രൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. യെസ്, ഏതായാലും പ്രതീക്ഷകൾക്ക് അനുസൃതമായിട്ട് ഒരു റേറ്റ് കട്ട് തന്നെ വന്നിരിക്കുന്നു. 0.5% നിന്ന് 50 ബേസിസ് പോയിന്റ് എന്നുള്ളൊരു നിലയിലേക്കാണ് മാറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു റേറ്റ് കട്ടിന് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയാണുള്ളത്? നിലവിലത്തെ മാർക്കറ്റ് ഒരു കണ്ടീഷനിൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ഇത് നമ്മൾ മാർക്കറ്റ് ആൾറെഡി ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. ടെക്നിക്കലി അതിന്റെ ലെവൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കിലൊക്കെ തന്നെ മാർക്കറ്റിന് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഈ ഡിസിഷൻ വളരെയധികം ഫോർവേഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ വളരെയധികം നമ്മൾ കറേജസ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. നമ്മൾ എന്ത് ചലഞ്ചസും ഫേസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു ഡിസിഷനാണ്. അതോടൊപ്പം തന്നെ ആയിരിക്കും മാർക്കറ്റ് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. ബട്ട് മാർക്കറ്റ് ആൾറെഡി ചാർട്ടിൽ നിന്ന് വായിക്കാവുന്നത് ആൾറെഡി അത് എക്സ്പെക്റ്റഡ് ആണ്. അതിന്റെ ഒരു ഏകദേശം മൂവ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ബട്ട് നമുക്ക് ഇപ്പോഴും നോക്കുന്നത് ഒരു ബേസ് മാർക്കറ്റിൽ ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട്. 24,500 450 എന്ന ലെവൽ ആൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ ബേസിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും നമ്മുടെ നിഫ്റ്റിയിലുണ്ട്. എനിക്ക് തോന്നുന്നു 25,000-നും ആയിരിക്കാം ഇന്ന് അവസാനത്തോടുകൂടി ക്ലോസിംഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ള ലെവൽ നോക്കണ്ട, അടുത്തുള്ള നോട്ടുകളുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ വരുമ്പോഴേക്കും മാർക്കറ്റിൽ അതേപോലെയുള്ള അനാലിസിസുകളൊക്കെ വരുമ്പോഴേക്കും മാർക്കറ്റിൽ ഫോർവേഡ് പോകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ഒരു മൊമെന്റ് എനിക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. 25,000-ലേക്ക് ഇത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എഗെയിൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് സമാനമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ബാങ്ക് നിഫ്റ്റിയും കാഴ്ചവെക്കുന്നത്. നിലവിലത്തെ ഒരു കണ്ടീഷനിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ബാങ്കിൽ ആൾറെഡി നമ്മളെ എക്സ്പെക്ടേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ബാങ്ക് പോസിറ്റീവാണ്, വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. 56,000 മുകളിലേക്ക് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത നമുക്കിപ്പോൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. ചിലപ്പോൾ ഓവർ ആൻഡ് എബോവ് ഒരു 400-500 പോയിന്റ്സിന്റെ മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട് ബാങ്കിൽ. എസ്പെഷ്യലി പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലൊക്കെ ഒരു മൂവ്മെന്റ്സ് വളരെയധികം വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടറിലും അതേപോലെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് നിഫ്റ്റിയെ പുൾ ചെയ്യുമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ പ്രൈവറ്റ് സെക്ടർ ഒരു മൂവ്മെന്റ്സ് നടത്തുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എബോ 56,000 മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 56,400 ആണ് അടുത്ത് വരാൻ പോകുന്ന നിയറസ്റ്റ് നമുക്കുള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത്. അതിലോട്ട് തന്നെ ആയിരിക്കാം നോക്കുന്നത്. അധികം പെർഫോം ചെയ്യുന്ന ഒരു ഓട്ടോ മേഖലയിലെ സ്റ്റോക്ക് ഹീറോ മോട്ടോ കോർപ്പാണ്. 1.21% ഒരു നേട്ടം സ്റ്റോക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഹീറോ മോട്ടോ കോർപ്പിലുള്ള സാറിന്റെ ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ടേക്ക് എങ്ങനെയാണ്? ലോങ് ടൈം ഓട്ടോ സ്റ്റോക്സുകളിലെല്ലാം തന്നെ ഒരു കറക്റ്റീവ് ആക്ഷൻസ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ അതിലൊരു പോസിറ്റീവ് മൊമെന്റം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു റേറ്റ് കട്ടുകൾ കൊണ്ട് വളരെയധികം ഗുണം കിട്ടുന്ന ഫിനാൻഷ്യൽസിന് അപ്പുറമുള്ള ഗുണം കിട്ടുന്നത് റിയൽ എസ്റ്റേറ്റ് ഓട്ടോ സെക്ടേഴ്സിന് തന്നെയാണ്. ഓട്ടോ സെക്ടേഴ്സിൽ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മൊമെന്റ്, കാരണം ഫൈനാൻഷ്യലി സോഴ്സ് ചെയ്യാനുള്ള ഒരു എനർജി കോമൺ പബ്ലിക്കിന് കൊടുക്കുന്നത് ഈ ഒരു റേറ്റ് കട്ട് തന്നെയായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഓട്ടോ സെക്ടറിന് പോസിറ്റീവായിട്ടുള്ള ഒരു ലോങ് ടൈമിൽ പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് ടെക്നിക്കലി ഇപ്പോൾ ഓട്ടോ അതില് ഹീറോ മോട്ടോർ കോപ്പ് പ്രത്യേകിച്ച് ഒരു സപ്പോർട്ട് സോണിന്റെ അടുത്തേക്ക് വരുക 4,000-4,200 ഇടയ്ക്ക് ഒരു സപ്പോർട്ട് സോണിലാണ്. ഇപ്പൊ ഇവിടെ നിന്നൊരു ഷോർട്ട് ടൈം മൊമെന്റം പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4,450-4,500 ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വോളിയം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വോളിയം ഒന്ന് കുറഞ്ഞെങ്കിലും ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള വോളിയം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ലോവർ ബോട്ടം സ്റ്റോക്സ് ആയിട്ട് നമുക്കത് കൺസിഡർ ചെയ്യാം പോകുന്ന ലോങ് ട്രെൻഡിലേക്ക്. ഇന്ന് ഒരു 5% തുടക്കഘട്ടത്തിൽ തന്നെ മൂവ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അശോക ബിൽഡ്കോണിന്റെ സ്റ്റോക്കാണ്. നിലവിൽ 224 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു 52 വീക്ക് ഹൈ പരിശോധിക്കുന്ന സമയത്ത് 2024 319 രൂപ വരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും നമുക്കിത് ട്രെൻഡ് റിവേഴ്സൽ ആയി എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. കാരണം ഇതിനൊരു കൺസോൾട്ടേഷൻ ലെവൽ എന്ന് പറയുന്നത് 160 to 200 ആ ലെവലിലായിരുന്നു. അത് കഴിഞ്ഞ ഈ വർഷത്തിന്റെ ആദ്യം തന്നെ നമുക്കൊരു കൺസോൾട്ടേഷൻ മൂവ് കഴിഞ്ഞു. അതിന് മുകളിലേക്ക് അത് ഒരു ട്രെൻഡ് റിവേഴ്സൽ നടന്നു കഴിഞ്ഞു വന്ന സ്റ്റോക്സ് തന്നെയാണ്. അവിടെ നിന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ കയറി വരുന്നത് അതിന്റെ വിത്ത് ഹെവി വോളിയം ഉണ്ട്, അതിന് എബോ ആവറേജ് വോളിയം ഉണ്ട്. അതുപോലെ തന്നെ നല്ല മൂവ്മെന്റ്സ്, പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്, ചെറിയ ചെറിയ കറക്ഷൻസും വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്.
അടുത്ത് ഇമ്മീഡിയറ്റ് വരാൻ പോകുന്നത് 250 ലെവലിലേക്കുള്ള റെസിസ്റ്റൻസ് ആണ്. അത് കഴിഞ്ഞാൽ തീർച്ചയായും അതിന് മുകളിലേക്ക് 280 വരെയൊക്കെ പോകാനുള്ള ഒരു സ്ട്രെങ്ത് ഇപ്പോഴത്തെ മൂവ്മെന്റ്സിനുണ്ട്. ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റീ എൻറ്ററിംഗ് എന്നുള്ള ഒരു സ്ട്രാറ്റജി അതിൽ പരീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഷോർട്ട് ടേം റണ്ണിലേക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കമ്മിന് നമുക്ക് സാധ്യതയുള്ള ഒരു സ്റ്റോക്സ് ആണ്. സർ, മറ്റൊരു സ്റ്റോക്ക് ഇന്ന് ഇടിവ് രേഖപ്പെടുത്തുന്നത് ബജാജ് ഫിൻസർവ് ആണ്. ബജാജ് ഫിൻസർവിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 1928 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ്. കണ്ടിന്യൂസ് ആയിട്ടൊരു ഫ്ലക്ച്വേഷൻ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് വരാറുള്ള ഒരു സ്റ്റോക്കാണ് ബജാജ് ഫിൻസർവ്. എസ്പെഷ്യലി ബജാജ് ട്വിൻസിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇന്നലെ ഇരു ഓഹരികളിലും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ ബജാജ് ഫിൻസർവിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണുള്ളത്? ഒരു ടോപ്പില് ഒരു കൺസോൾട്ടേഷൻ നടക്കുന്ന രീതിയിലാണ്. കഴിഞ്ഞ നമ്മളുടെ ഈ 2025 തുടങ്ങിയപ്പോൾ തന്നെ അതൊരു പോസിറ്റീവ് ട്രെൻഡ് ആയിരുന്നു. നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുള്ളതുമാണ്. ഒരു ചെറിയ ചെറിയ മൂവ്മെന്റ്സും വലിയ മൂവ്മെന്റ്സും ചെറിയ കറക്ഷൻസും ഒക്കെ ആയിട്ട് സ്റ്റോക്സ് എപ്പോഴും റിയാക്ട് ചെയ്തിരുന്നു. ഇപ്പൊ കുറച്ച് കാലമായിട്ട്, അതായത് ഏകദേശം ഒരു മാസത്തോളമായി ഒരു കൺസോൾട്ടേഷൻ, ഒരു ടോപ്പ് ലെവലിലെ കൺസോൾട്ടേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കത് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഇമ്മീഡിയറ്റ്ലി, അതായത് വളരെ ഷോർട്ട് ടൈം പീരീഡിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാവുന്നത്. ഇമ്മീഡിയറ്റ് ഉള്ള സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 1900 ലെവൽ തന്നെയാണ്. ഈ ഒരു ലെവലിൽ അത് കൺസോൾട്ടേറ്റ് ചെയ്യുകയും വിത്ത് എന്തെങ്കിലും ഹെവി വോളിയത്തോടു കൂടി വീണ്ടും ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂസുകളൊക്കെ തന്നെ അതിന് ഫേവറബിൾ ആണ്. എന്നാൽ തന്നെ നമ്മളൊരു കൺസോൾട്ടേഷൻ വന്നതിന് ശേഷം പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് പുതിയൊരു അപ് ട്രെൻഡ് അല്ലെങ്കിൽ പുതിയൊരു അപ് ട്രെൻഡ് വരാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു അപ് ട്രെൻഡ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റീ എൻറ്റർ ചെയ്യുകയും മുകളിലോട്ട് പോകാൻ ചെയ്യാം. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2150 ലെവലിലുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ സപ്പോർട്ട് ലോണിൽ വളരെ ക്രൂഷ്യലായിട്ട് അത് വാച്ച് ചെയ്യുക. അനീഷ് സാർ, അവസാനമായിട്ട് കോൾ ഇന്ത്യയുടെ കാര്യം കൂടി ചോദിക്കുകയാണ്. ഇന്ന് നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനർ പട്ടികയിലുള്ള ഒരു സ്റ്റോക്കാണ്. കോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രേക്ഷകർ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എന്നുള്ളൊരു നിലയ്ക്ക് നിലവിലത്തെ ട്രെൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ നിരന്തരമായിട്ടുള്ള ഓർഡറുകളുടെ കരുത്തിലും അതോടൊപ്പം തന്നെ പ്രൊഡക്ഷനിലും ഒക്കെ തന്നെ വലിയൊരു മുന്നേറ്റം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോൾ ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ PSU കമ്പനിയിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഒരു കൺസോൾട്ടേഷനിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു നമ്മളെ ഈ 24 അവസാനം, നവംബർ ആ സമയങ്ങളിലെല്ലാം തന്നെ ടോപ്പിൽ നിന്നതാണ്. അവിടെ നിന്ന് ഒരു കറക്റ്റീവ് ആക്ഷൻസ് വന്നതാണ്. അറൌണ്ട് 525 നിന്ന് ഒരു കറക്റ്റീവ് ആക്ഷൻസ് വന്നു. 350 വരെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്കൊരു കൺസോൾട്ടേഷൻ നടക്കുന്നു എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. എനിക്കൊരു അപ്പർ ലെവൽ എന്ന് പറയുന്നത് 400ഉം അതിന്റെ ലോവർ റേഞ്ച് എന്ന് പറയുന്നത് 370യുമാണ്. ഈ ലെവലിനടുത്തേക്ക് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇത് 2 ലെവലുകളും വാച്ച് ചെയ്താൽ ഒരു സിങ്ക് ട്രേഡിങ്ങിനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ കോൾ ഇന്ത്യയിലുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച് അനീഷ് സാർ. അനീഷ് സാറാണ് ഇപ്പോൾ മാർക്കറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നൽകിയത്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു, പിതാവ് മരിച്ചു എന്നുള്ളൊരു വാർത്തകളാണ് വരുന്നത്. ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം കുടുംബവും അപകടത്തിൽപ്പെടുന്നത് തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിൽ വെച്ചാണ്. പുലർച്ചെയാണ് അപകടം ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാർ, അതിൻ്റെ ഏതെങ്കിലും മറ്റ് റിപ്പോർട്ട്സ് സാറിന് ലഭ്യമാകുന്നുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ്? നമുക്കിപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് സേലത്ത് ധർമ്മപുരിയിലാണ് ഇത് സംഭവിച്ചത്. വെളുപ്പിന് 6 മണിക്കാണെന്ന് പറയപ്പെടുന്നു. അവർ ഫാമിലി എറണാകുളത്ത് നിന്ന് നമ്മുടെ ഈ പറയുന്ന പോലെ ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിയാണെന്നാണ്. അച്ഛൻ സ്പോട്ടിൽ മരിച്ചു എന്നാണ് കേൾക്കുന്നത്. മറ്റുള്ള ഇൻഫർമേഷൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും. നമുക്കിത് കൂടുതലായിട്ട് വരുന്ന ഈ പറയുന്ന പോലെ അപ്ഡേറ്റ്സിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഏതായാലും ഇപ്പോൾ നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് പോകുന്നു. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 5.5% ആയിട്ടാണ് നിരക്ക് കുറച്ചിരിക്കുന്നത്. നിരക്ക് 0.5% ആയിട്ട് കുറച്ചിരിക്കുന്നു. റിപ്പോ 5.5 ആയിട്ട് തുടരും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സാർ, ഏതായാലും നമുക്കിനി സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്കുള്ള ഒരു സമയമാണ്. തീർച്ചയായിട്ടും ഒരുപാട് പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്നത് ഇന്ന് നമ്മൾ ഏതൊരു സ്റ്റോക്കിന്റെ പൊട്ടൻഷ്യലാണ് അൺവൈൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ജാസ്മിൻ, നമുക്ക് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്സിൽ പോകുന്നതിന് മുമ്പേ നമുക്ക് ചെറിയ 2-3 ഇൻഫർമേഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്നലെ സെമി കണ്ടക്ടറിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, സെമി കണ്ടക്ടർ സ്റ്റോക്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതും കൂടെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ പറയേണ്ടി വരുന്ന അതിന്റെ റിസ്ക്കും ഒക്കെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നല്ലോ. CG പവർ സ്റ്റോക്ക്, അതായത് ക്രോംപ്ടൺ ഗ്രീവ്സ് പവർ, CG പവർ, ക്രോംപ്ടൺ ഗ്രീവ്സ് ആണല്ലോ CG പവർ എന്നാണ് ഇപ്പോൾ അതിനെ വിളിക്കുന്നത്. കാര്യം ഇപ്പൊ മുരുകപ്പ ഗ്രൂപ്പിന്റെ കൂടെയാണല്ലോ, ചോളമണ്ഡലം ഗ്രൂപ്പിന്റെ കൂടെയാണ് ഇപ്പോൾ CG പവർ എന്ന് പറയുന്നത്. മറ്റേ ക്രോംപ്ടന്റെ ഇന്ന് മാറി.
അത് ചിലപ്പോൾ ഇന്ന് സ്റ്റോക്ക് ഒരു വീക്ക്നെസ് കാണിച്ചേക്കാം കേട്ടോ. അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഉണ്ട്. ആ ന്യൂസ് പറഞ്ഞാൽ ഡയറക്ട്ലി CG പവറിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. എന്നാൽ CG പവറിൻ്റെ പേരിൽ ആ ന്യൂസ് വരാൻ ചാൻസ് ഇല്ല. നമുക്ക് കിട്ടുന്ന എഗെയിൻ കേദാർ പ്രഭുവിൻ്റെ ടീം നമുക്ക് തരുന്നൊരു ഇൻഫർമേഷൻ വെച്ചാൽ ഈ CG പവറിൻ്റെ സെമി കണ്ടക്ടർ അംബീഷൻസിന് വേണ്ടിയിട്ട് അവർ റെനീസാസ് ഇലക്ട്രോണിക്സ് ജാപ്പനീസ് കമ്പനിയായിട്ട് കൊളാബറേഷൻ ഉണ്ട്. ഈ റെനീസാസ് ഇലക്ട്രോണിക്സ് ശരിക്കും പറഞ്ഞാൽ വൂൾസ്പീഡ് എന്ന് പറഞ്ഞാൽ വേറൊരു അമേരിക്കൻ കമ്പനിയായിട്ട് ഇതിനൊരു ടൈപ്പ് ഉണ്ട്. വൂൾസ്പീഡ് ബാങ്ക്രപ്സിക്ക് ഫയൽ ചെയ്തു എന്നുള്ള. അപ്പോൾ അത് ഏതാണ്ട് ഈ പറയുന്ന പോലെ വൂൾസ്പീഡ് ഈ വേഫർ കമ്പനിയാണ് ഈ വൂൾസ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വൂൾസ്പീഡ് ബാങ്ക്രപ്സി ഫയൽ ചെയ്യാന്ന് പറഞ്ഞാൽ റെനിസാസ് ഇലക്ട്രോണിക്സിന് അതൊരു നെഗറ്റീവാണ്. ഇൻഡയറക്ട്ലി അത് CG പവറിനും നെഗറ്റീവ് ആണെന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ആ ഇൻഡസ്ട്രിയുടെ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലെ ഈ വേഫേഴ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഈ പറയുന്ന വൂൾസ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ബാങ്ക്രപ്സിക്ക് ഫയൽ ചെയ്തു എന്നുള്ള. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ എടുത്തുചാടി സെമി കണ്ടക്ടർ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ എത്രത്തോളം ആ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. വെറും ഹെഡ്ലൈനും സ്റ്റോറിയും അല്ലെങ്കിൽ സൺറൈസ് സെക്ടറാണെന്ന് പറഞ്ഞ് മാത്രം സെമി കണ്ടക്ടർ ഇവർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ബട്ട് ഈവൻ ദൻ CG പവർ എന്ന് പറഞ്ഞാൽ മുരുകപ്പ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള വളരെ സ്ട്രോങ് കമ്പനിയാണെന്നുള്ളതും കൂടെ നമ്മൾ പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. കാര്യം അവർ ഇതല്ല എന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ ഒരു ടൈപ്പ് കൊണ്ടുവന്ന് അവർ മുന്നോട്ട് പോവാം. അതിന് കേപ്പബിൾ ആയിട്ടുള്ള മാനേജ്മെന്റും ഹോണസ്റ്റും അപ്രൈറ്റും ആണെന്നുള്ളത് പറഞ്ഞു വെക്കണം. ബട്ട് ഇതിൻ്റെ റിസ്ക്കുകൾ ഒന്ന് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ബജാജ് ഫിനാൻസിന്റെ കാര്യം ജാസ്മിൻ അനീഷിന്റെ അടുത്ത് ചോദിച്ചല്ലോ. നമ്മൾ പറഞ്ഞല്ലോ ആൾക്കാർ ശ്രദ്ധിക്കണം. കാര്യം ഈ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് റെയിനിങ് പ്രൊമോട്ടർ സെല്ലിംഗ്. അതായത് ബജാജ് ഫിൻസർവിൽ ഈ പറയുന്ന പോലെ ഏതാണ്ട് 5800 കോടിയുടെ ഒരു ബ്ലോക്ക് ഡീല് പ്രൊമോട്ടർ ഗ്രൂപ്പാണ് വിൽക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ്. ആ സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു ഇത് മനസ്സിലാക്കിയാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഒരു 3-4 ദിവസമായിട്ട് ഒരു 4% ഡൗൺ ആണ്. ഇന്ന് ആ ബ്ലോക്ക് ഡീൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി നാളെ മുതൽ ചിലപ്പോൾ ഇത് ഗ്രീനിലേക്ക് ആയേക്കാം. ബട്ട് ഈവൻ ദെൻ പ്രൊമോട്ടർ സെല്ലിംഗ് അവിടെ ഉണ്ടെന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. അതുകൂടാതെ തന്നെ ZF കമേഴ്സ്യലിന്റെ പ്രൊമോട്ടർ ഗ്രൂപ്പായിട്ടുള്ള വാപ്കോ എന്ന് പറഞ്ഞൊരു ഫോറിൻ കമ്പനി ഉണ്ട്. ഈ വാപ്കോ എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ABS ബ്രേക്കില്ലേ, ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, അതിന്റെ വേൾഡ് ലീഡറാണ് ഈ വാപ്കോ എന്ന് പറഞ്ഞത്. വാപ്കോ ആണ് ഈ ZF സ്റ്റിയറിംഗ് പ്രൊമോട്ടർ. അവർ ഏതാണ്ട് 3.13% ബ്ലോക്ക് ഡീൽ കൂടി സെല് ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ ബ്ലോക്ക് ഡീൽ എന്ന് പറയുന്നത് കൂടുതലും പ്രൊമോട്ടറും മെയിൻ അതിനകത്തുള്ള ഒരു ഷെയർ ഹോൾഡറും സെല് ചെയ്യുന്ന ആ ഒരു പ്രൊപ്പോസിഷൻ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഇൻഫർമേഷൻസ് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലേക്ക് വയ്ക്കുക, എന്നിട്ട് വേണം മാർക്കറ്റിനെ ഡീൽ ചെയ്യാനാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് വന്ന് നമുക്ക് കാര്യങ്ങൾ അവസാനിപ്പിക്കാം. ഞാനിപ്പോൾ ഒരു ആഴ്ചയായിട്ട് എൻ്റെ ഒരു കസിൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ് നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ ട്രസ്റ്റിൽ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്കായി ഞാൻ ഇവിടുത്തെ നമ്മുടെ ഈ ജോബും പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ഇതുണ്ട്. നമ്മളിത് പറയുന്നത് അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷനിലാണെങ്കിലും അവിടെ ചെന്ന് മനസ്സിലാക്കി എടുത്തെന്നാണ് ഞാൻ ഇന്നൊരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഐഡിയ പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും നമ്മൾ ഈ ഇൻഷുറൻസ്, അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ഇൻഷുറൻസ് ഒക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ദർ ഇസ് എ ലിസ്റ്റഡ് കമ്പനി കോൾ മെഡി അസിസ്റ്റ്. ഈ മെഡി അസിസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ വർക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് എന്ന് വിചാരിക്കുക, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റഡ് ആവുന്നു, നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ട്. അതായത് SDFC ഇർഗോ ആവാം, ICIC ലൊംബാർഡ് ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കാം. ഒരു ഹെൽത്ത് ഇൻഷുറൻസും വെച്ച് നമ്മുടെ എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് നമ്മളൊരു ക്യാഷ്ലെസ് ഫെസിലിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമല്ലോ. അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് ആ ഇൻഷുറൻസ് കമ്പനിയല്ല, പകരം അതിന് പറയുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്നാണ്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടെ ഈ ക്യാഷ്ലെസ് ക്ലെയിംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അവർ തന്നെയാണ് ഈ പറയുന്ന ഹോസ്പിറ്റൽസും ഇൻഷുറൻസ് കമ്പനീസുമായിട്ടുള്ള ഈ ക്യാഷ്ലെസ് ഫെസിലിറ്റി ടൈഅപ്പും ചെയ്യുന്നത്. അങ്ങനത്തെ ഇന്ത്യയിലെ ലാർജസ്റ്റ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ് ഈ മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ എന്നുള്ളത്. ഈ മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഷുറൻസ് കമ്പനീസ് ആയിട്ട് ടൈഅപ്പ് ഉണ്ട്. ഇൻഷുറൻസ് കമ്പനികൾ ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിനെ ഏൽപ്പിക്കണമെന്ന് വെച്ചാൽ അവർ പോളിസി മാത്രമേ വിൽക്കുന്നുള്ളൂ. ഈ ടൈഅപ്സ് നടത്തുന്നതും ഈ ക്ലെയിംസ് സെറ്റിൽമെന്റ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ വന്ന് പേഷ്യന്റിനെ കണ്ട് അതിന്റെ ചാർട്ടൊക്കെ നോക്കിയിട്ട് ആ ക്യാഷ്ലെസ് ഫെസിലിറ്റി ഓക്കെ ആക്കി കൊടുക്കുന്നത്, അതായത് ഇൻഷുറൻസ് കമ്പനിയെ കൊണ്ട് ക്യാഷ്ലെസ് ഫെസിലിറ്റി ഓക്കെ ആക്കി കൊടുക്കുന്നതും കസ്റ്റമർ സർവീസ് കൊടുക്കുന്നതും ഈ തേർഡ് പാർട്ടി കമ്പനിയാണ്. ആ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ് മെഡി അസിസ്റ്റ് എന്നുള്ളത്. ഈ പറയുന്ന പോലെ അവർ വന്നിട്ട് അവരുടെ സമയമാകുമ്പോൾ അത് ചെക്ക് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്ത് എത്ര രൂപയാണ് കിട്ടേണ്ടത്, നമുക്കൊരു പേഷ്യൻറ്റിന് കിട്ടണമെന്നൊക്കെ ഇൻഷുറൻസ് കമ്പനിയെ മനസ്സിലാക്കി വൈകുന്നേരം ആകുമ്പോൾ തന്നെ ആ പൈസ റിലീസ് ചെയ്യാനുള്ള ഒരു ഇൻ്റർമീഡിയറി ആയിട്ട്, അതായത് ഹോസ്പിറ്റൽസിൻ്റെയും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെയും പേഷ്യൻസിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് അവരുടെ റവന്യൂ മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ആരൊക്കെ ഒരു ക്ലെയിം എടുക്കുന്നു ആ ക്ലെയിമിൽ 50 രൂപയോ 100 രൂപയോ പെർ ഹെഡ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അവർ പല ടൈപ്പും അവർ ചെയ്യാറുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ അല്ല എത്ര ആൾക്കാർ ആ ഇൻഷുറൻസ് എടുക്കുന്നു അതിനനുസരിച്ച് ഇവർക്കൊരു ഫീ കിട്ടും എന്നുള്ളതാണ്. ഇനി ആ എടുക്കുന്ന ആ
പേഷ്യൻ്റ് ഇനി ഹോസ്പിറ്റലിൽ പോയി ക്യാഷ്ലെസ് ക്ലെയിം ഫയൽ ചെയ്തില്ലെങ്കിൽ പോലും ഇവർക്ക് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇൻകം ഈ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ് ഇവരുടെ ഒരു ബിസിനസ് മോഡലായിട്ട് പറയുന്നത്. ഇവർ ലൈസൻസ്ഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി IRDA കീഴിൽ തന്നെ IRDA റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് ഇവരുടെ എന്ന് പറയുന്നത്. ഇവർ എന്താ പറയുക, ഇത് കസ്റ്റമർ സർവീസും ഒക്കെ ഇവർ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് അടുത്ത കാലത്ത് ഈ കമ്പനി രക്ഷ ഇൻഷുറൻസ് TPA അനദർ ഈ സർവീസ് പ്രൊവൈഡർ, അതായത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിനെ ഇവർ എന്താ പറയുക ഇവരൊന്ന് അക്വയർ ചെയ്തിരുന്നു. ഇനി ഒരു പ്ലാൻഡ് അക്യൂസിഷൻ ഉണ്ട്, പാരമൗണ്ട് ഹെൽത്ത് കെയർ ഇൻഷുറൻസ് ലിമിറ്റഡ്. ഇതൊക്കെ ആയിരിക്കും ഇതിന്റെ ഫർദർ ഗ്രോത്ത് ട്രാജക്ടറി എന്ന് പറയുന്നത്. ഏതാണ്ട് 1000 സിറ്റികളിൽ 18,000 ഹോസ്പിറ്റലിന്റെ ഒരു നെറ്റ്വർക്ക് ഈ മെഡി അസിസ്റ്റന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇവരെ കൂടുതലും നമ്മൾ പറയുന്നത് ഈ പറയുന്ന പോലെ പ്രീമിയം അണ്ടർ മാനേജ്മെന്റ്. ഒരു ഫണ്ട് മാനേജ്മെന്റ് കമ്പനിയെ നമ്മൾ പറയുന്നത് അസറ്റ് സെന്റർ മാനേജ്മെന്റ് എന്നല്ലേ, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയെ പറയുന്നത് അസറ്റ് സെന്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന പോലെ ഈ തേർഡ് പാർട്ടി TPSനെ നമ്മൾ പറയുന്നത് പ്രീമിയംസ് അണ്ടർ മാനേജ്മെന്റ് എന്നാണ്. ഇവരുടെ ടോട്ടൽ പ്രീമിയം 21,000 കോടിയാണ് ഇവർ ഈ മാനേജ് ചെയ്യുന്നത്. അതിൽ ഗ്രൂപ്പ്, അതായത് ഈ കോർപ്പറേറ്റ് അക്കൗണ്ട്സിന് 1000 കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഉണ്ട്. അത് ഗ്രൂപ്പിൽ ഇവർ മാർക്കറ്റ് ലീഡറാണ്. 18,400 crores ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ. ഇൻഡിവിജ്വൽ റീറ്റെയിൽ ആയിട്ടുള്ളവരുടെ ഈ എന്താ പ്രീമിയം അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് 2,700 കോടി തന്നെയാണ്. അതായത് ഗ്രൂപ്പ് സെഗ്മെന്റിൽ ഏതാണ്ട് ഇവർ 30% മാർക്കറ്റ് ഷെയറും മറ്റേത് റീറ്റെയിൽ സെഗ്മെന്റിൽ 19.5% മാർക്കറ്റ് ഷെയറുമാണ്. ടോട്ടൽ ഇവർക്ക് TPAയുടെ ഈ ഇന്റർമീഡിയറി സർവീസസിൽ ഇന്ത്യയിൽ 19.5% ആണ് ഇവർക്കുള്ളത് മാർക്കറ്റ് ഷെയർ. ബട്ട് 19.5% ആണെങ്കിലും ഇവരാണ് മാർക്കറ്റ് ലീഡർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല ഇവർക്ക് ഒരുപാട് ചെക്ക് പോയിന്റ്സ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ഒക്കെ യൂസ് ചെയ്ത് ഈ ഫ്രോഡൊക്കെ ഇവർ ഡിറ്റക്ട് ചെയ്യും. അതിൽ ചിലവർ ഈ ആർട്ടിഫിഷ്യൽ ഫയലിങ്ങും അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽസ് ഒക്കെ അനാവശ്യമായിട്ടുള്ള ബില്ലിലേക്ക് കാശ് കയറ്റുന്നതൊക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇവർക്ക് ഏതാണ്ട് 160 പാരാമീറ്റർ ഉണ്ട് ഡിജിറ്റലി ഇവർക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യുന്നതാണ് ഈ മെഡി അസിസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി. FY 2025 അവരുടെ സെയിൽസ് എന്ന് 747 കോടിയായിരുന്നു. അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 91 crores ആണ് അവരുടെ പ്രോഫിറ്റ്. അവരുടെ നെറ്റ്വർത്ത് 552 കോടി. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 16.6%. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 18.7%. 492 രൂപയിലായിരുന്നു ഇന്നലത്തെ ക്ലോസിംഗ്. അത് ഏതാണ്ട് 3,476 ആണ് അതിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അല്ല, മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്, സോറി, മാർക്കറ്റ് പ്രൈസ് 492. ക്യാഷ് ഓൺ ബുക്സ്, ഇവരുടെ ക്യാഷ് ഓൺ ബുക്സ് 312 crore. വീണ്ടും ശ്രദ്ധിക്കുക, മാർക്കറ്റ് ക്യാപ്പ് 3,500 കോടിക്ക് അടുത്തും ക്യാഷ് ബാലൻസ് തന്നെ 312 കോടിയും ഉണ്ടെന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവരുടെ EPS ട്രെയിലിംഗ് 12 months EPS എന്ന് പറഞ്ഞാൽ 12.88 ആണ്. PE 38 PEയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിന്റെ ഗ്രോത്ത് തന്നെയാണ്. ഇൻഡയറക്ട് പ്ലേ ഓൺ ഇൻഷുറൻസ് ആണ്. നമ്മൾ ഇൻഷുറൻസ് കമ്പനികളുടെ കോമ്പറ്റീറ്റീവ് എൻവറോൺമെന്റിൽ കടക്കണ്ട. നമുക്ക് ഇവർക്ക് എല്ലാവർക്കും ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യുന്നതും കസ്റ്റമർ സർവീസ് ചെയ്യുന്നതുമായ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള അതിൽ മാർക്കറ്റ് ലീഡർ ആയിട്ടുള്ള മെഡി അസിസ്റ്റ് വഴിയും നമുക്ക് ഇൻഷുറൻസിനെ ക്വാസി ഒരു പ്ലെയർ ആയിട്ട് നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്കൊരു സ്പോട്ട് ലൈറ്റിലായി സ്റ്റോക്കായിട്ട് നമുക്ക് അവതരിപ്പിക്കാം എന്ന് മാത്രം, ഇത്രയും മാത്രം പറഞ്ഞ് നമ്മൾ പറയുന്നു ഈ മെഡി അസിസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ എനിക്കോ ജാസ്മിനോ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒരു സ്റ്റേക്കും ഇല്ല. നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അറിയാവുന്നവരാരും ഇത് ഹോൾഡ് ചെയ്യുന്നുമില്ല. ഞങ്ങൾക്ക് ഇതിലൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു ഡിസ്ക്ലോഷർ നമ്മൾ തരുന്നു. അതുമാത്രമല്ല, ഞങ്ങൾ ഈ പറയുന്നത് ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ഒരു സോളിസിറ്റേഷൻ ആയിട്ടോ നിങ്ങൾ കരുതാതിരിക്കുക. നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ ഒരു റിസർച്ച് അനലിസ്റ്റ് അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറെ മാത്രം കണ്ട് അവരുടെ സജഷനിൽ മാത്രം ഷെയറുകൾ മുന്നോട്ട് മേടിക്കുക. നമ്മൾ ഈ ഷെയർ അവതരിപ്പിക്കുന്നത് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കായിട്ട് അവതരിപ്പിക്കുന്ന ചില ഇൻട്രസ്റ്റിംഗ് ബിസിനസ്സുകൾ, ആ ബിസിനസ്സുകളുടെ ഓപ്പർച്യൂണിറ്റി, അതിൻ്റെ നെഗറ്റീവ്സും ഒക്കെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. എല്ലാ പ്രേക്ഷകർക്കും, കമന്റ് ഇടുന്ന എല്ലാ പ്രേക്ഷകർക്കും നമ്മൾ വീണ്ടും പറയുന്നു, നിങ്ങൾ ഇനിയും കമന്റ്സ് ഇടണം. നിങ്ങളുടെ എൻകറേജ്മെന്റ് ആണ് ഞങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങൾ അത് നെഗറ്റീവ് ആണെങ്കിൽ പോലും ഞങ്ങൾ അത് റൈറ്റ് സ്പിരിറ്റ്സിലേ അത് അബ്സോർവ് ചെയ്യാറുള്ളൂ. അത് നന്നാക്കി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് വരാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ ടീം എല്ലാവരും നിങ്ങളോട് വളരെ നന്ദി ഉണ്ടെന്നുള്ള കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. ജാസ്മിൻ, ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗറിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അനാലിസിസും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം വീണ്ടും ജോയിൻ ചെയ്യും. താങ്ക് യു.